നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സിദ്ധുവേട്ടനുമായി ചേച്ചി വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി പൊന്നാരൻ തോട്ടത്തുകാർ പരമാവധി ശ്രമിക്കും, പ്രത്യേകിച്ച് മുത്തശ്ശി. ഗോപു, ആശുപത്രി കിടക്കെ കിടന്നിട്ടാണോ നീ ഇതൊക്കെ സംസാരിക്കുന്നത്? ഈ ബെഡിൽ കിടന്നത് പറഞ്ഞ എന്താ കുഴപ്പം? വെറുതെ നീ എന്തിനാ ഈ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ എടുക്കുന്നേ? ഇത് ചേച്ചിയോട് സംസാരിച്ചില്ലെങ്കിലേ എനിക്ക് പ്രയാസം. ഞാൻ പറയുന്നത് ചേച്ചി കേൾക്കണം. ഒരു കാരണവശാലും ചേച്ചി വിവാഹത്തിന് സമ്മതിക്കരുത്. മോളെ, ഞാൻ ഇന്നലെ ഇത് പറയാൻ വേണ്ടി ഋഷിയുടെ അമ്മയെ വിളിച്ചിരുന്നു. സിദ്ധുവേട്ടനും ചേച്ചിയുമായുള്ള വിവാഹം ഒരിക്കലും നടക്കില്ലെന്ന് ഞാൻ അമ്മയോട് തറപ്പിച്ചു പറഞ്ഞു. എടി, നീ എന്തിനാ അതൊക്കെ പറയാൻ പോയത്? പറഞ്ഞ എന്താ കുഴപ്പം? പറഞ്ഞത് കൊണ്ട് ഒരു കുഴപ്പമില്ല, പറയാതിരുന്നാലാ പ്രശ്നം. ഇതൊക്കെ സംസാരിക്കാൻ ഞാനും മുത്തശ്ശനൊക്കെ ഇല്ലേ? എന്നിട്ട് നിങ്ങൾ വേണ്ടതുപോലെ സംസാരിച്ചോ? പറയാനുള്ളതൊക്കെ ഞാൻ ഋഷിയുടെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അമ്മ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. മറുപടി പറഞ്ഞത് മുത്തശ്ശിയ. അതൊരു മറുപടി അല്ലായിരുന്നു, ഒരു ഭീഷണിയായിരുന്നു. ചേച്ചിയും സിദ്ധുവേട്ടനും തമ്മിലുള്ള വിവാഹം നടന്നില്ലെങ്കിൽ അവരെന്റെയും ഋഷിയുടെയും ഡിവോഴ്സ് നടത്തുമെന്ന്. ഡിവോഴ്സോ? അതെന്താ, ഡിവോഴ്സ് എന്ന് കേട്ടപ്പോ ചേച്ചി ഞെട്ടിപ്പോയോ? മോളെ, കാര്യങ്ങളൊക്കെ ഇത് എവിടേക്കായി പോകുന്നത്? ചേച്ചി ടെൻഷനാവൊന്നും വേണ്ട. എല്ലാത്തിനും കാരണം എന്റെ ജാതക ദോഷമെന്നാ അവര് പറയുന്നെങ്കിൽ ഞാനായിട്ട് ആരെയും ദ്രോഹിക്കില്ല. ഋഷിയെ ഡിവോഴ്സ് ചെയ്യാൻ ഞാൻ തയ്യാറാ. അല്ലാതെ എന്റെ ജാതക ദോഷത്തിന്റെ പേരും പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്ത് അവരങ്ങനെ ഈ വിവാഹം നടത്തണ്ട. അങ്ങനെ ആർക്കെങ്കിലും വേണ്ടി ബലി കഴിപ്പിക്കാനുള്ളതല്ല എന്റെ ചേച്ചിയുടെ ജീവിതം. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഉടനെ അവര് തയ്യാറാക്കുന്ന ഡിവോഴ്സ് പേപ്പറില് ഞാൻ ഒപ്പിട്ട് കൊടുക്കാം. ചേച്ചിക്ക് എന്നെ തല്ലണമെങ്കിൽ തല്ലിക്കോ, പക്ഷെ ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ടാ. അവരങ്ങനെ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട. ഡിവോഴ്സിന് ഞാൻ തയ്യാറാ. മോളെ, നിങ്ങൾക്കൊക്കെ തോന്നുമ്പോ വേണ്ടെന്ന് വെക്കാനും വേണമെന്ന് വെക്കാനും ഉള്ളതല്ല ഈ ജീവിതം. ഇത് കളി തമാശ അല്ല ഗോപു. അച്ഛൻ മരിച്ചതിന് ശേഷം കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവളാ ഞാൻ. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഞാനും അമ്മയും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. നിന്റെ ആഗ്രഹം പോലെ തന്നെ നിന്നെ ഋഷിയും ദൈവം കൂട്ടിച്ചേർത്തു. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോ ഒരാളെങ്കിലും കരക്കടിപ്പിച്ചതിന്റെ ആശ്വാസത്തിലായിരുന്നു ഞാൻ. അത് മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. നീയായിട്ടത് ഇല്ലാതാക്കരുത്. ഭാരപ്പെട്ട തീരുമാനങ്ങളൊന്നും നീ ഇപ്പൊ എടുക്കണ്ട. ഇനി ഞാനിവിടെ ഇരുന്ന നീയും ഞാനുമായിട്ടുള്ള സംസാരം തുടരും. അതെന്തായാലും വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.